വിജയഹസര ട്രോഫിയിൽ ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ കേരളത്തിന് തോൽവി. ശക്തരായ കർണാടകയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 8 വിക്കറ്റിനായിരുന്നു കേരളം പരാജയപ്പെട്ടത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കേരളം നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 284 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ കർണാടക 2 വിക്കറ്റ് നഷ്ടത്തിൽ 10 പന്തുകൾ ബാക്കി വെച്ച് അനായാസം വിജയ റൺ മറികടക്കുകയായിരുന്നു. കർണാടകയുടെ മലയാളി താരങ്ങളായ ദേവദത്ത് പടിക്കലിന്റെയും കരുൺ നായരുടെയും സെഞ്ചുറി പ്രകടനമായിരുന്നു കേരളത്തെ വീഴ്ത്തിയത്. 3 സിക്സും 12 ഫോറും അടക്കം പടിക്കൽ 124 റൺസ് നേടിയപ്പോൾ 14 ബൗണ്ടറികളോടെ കരുൺ നായർ പുറത്താകാതെ 130 റൺസുമായി കർണാടകയെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു. കേരളത്തിന്റെ ബൗളർമാർ അടി വാങ്ങിക്കൂട്ടിയപ്പോൾ MD നിതീഷും അഖിൽ സക്കറിയയ്ക്കും ഓരോ വിക്കറ്റ് വീതം നേടാൻ കഴിഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്ത കേരളത്തിന് തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ച നേട്ടുവെങ്കിലും ഏഴാമനായി ബാറ്റ് ചെയ്യാനിറങ്ങിയ മുഹമ്മദ് അസറുദ്ദീന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു കേരളത്തിന് 284 എന്ന ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത്. ഒരു ഘട്ടത്തിൽ കേരളം 7 വിക്കറ്റ് നഷ്ടത്തിൽ 185 റൺസ് എന്ന നിലയിലായിരുന്നു. മുഹമ്മദ് അസറുദ്ദീന്റെയും ബാബ അപരിചിത്തിന്റെ അർദ്ധ സെഞ്ചുറിയാണ് കേരളത്തെ ബാറ്റിംഗ് തകർച്ചയിൽ നിന്നും പിന്നീട് കരകയറ്റിയത്. അസറുദ്ദീൻ 58 പന്തിൽ 4 സിക്സും 3 ഫോറും അടക്കം 84 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ ബാബ അപരിജിത്ത് 62 പന്തിൽ 2 സിക്സും 8 ഫോറും അടക്കം 71 റൺസ് നേടി. വിഷ്ണു വിനോദ് 35 റൺസും MD നിതീഷ് 34 റൺസും അഖിൽ സക്കറിയ 27 റൺസും നേടി. ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്പൽ 12 റൺസിനും അഹമ്മദ് ഇമ്രാൻ 0-നുമാണ് പുറത്തായത്.